ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ അഗ്ലി സ്റ്റോറി എന്ന ക്രൈം ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. അവിടെ വലിയൊരു വഴക്ക് നടക്കുന്നതായി കാണിക്കുകയാണ്. അതിലൊരു ഭർത്താവും ഭാര്യയും ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ ഭർത്താവും ഭാര്യയും ആരാണ്, ആ അപ്പാർട്ട്മെന്റിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കഥയിൽ കുറച്ച് പുറകോട്ട് പോകേണ്ടതുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാർത്തിക് എന്നൊരു പയ്യനെ കാണിക്കുന്നു. ഇവനാണ് സിനിമയിലെ ഹീറോ. അവന്റെ സ്നേഹമുള്ള ഭാര്യയാണ് നേഹ, നമ്മുടെ സിനിമയിലെ ഹീറോയിൻ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇതുവരെ ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളില്ല. എന്നാൽ ഒരു കുട്ടി വേണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഇതുവരെ തോന്നിയിട്ടുമില്ല. അതെന്താ ഹീറോയിൻ അങ്ങനെ തോന്നാത്തത് എന്ന് ചോദിച്ചാൽ, ഇതുപോലൊരു രാക്ഷസന്റെ കൂടെ ജീവിക്കുമ്പോൾ കുട്ടികളൊന്നും വേണ്ട എന്നാണ് അവർ കരുതുന്നത്. ഹീറോയായ കാർത്തിക്കിന് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന് വെച്ചാൽ അവൻ അതിൽ ഒട്ടും താല്പര്യവുമില്ല. പിന്നെ അവൻ എന്തിലാണ് താല്പര്യമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ, സ്വന്തം ഭാര്യയെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിലും തന്നെ സ്നേഹിക്കാൻ നിർബന്ധിക്കുന്നതിലും ഭാര്യയുടെ യാതൊരു താല്പര്യവും സമ്മതവും ഇല്ലാതെ ഓരോ ദിവസവും അവളോടൊപ്പം ശാരീരികമായി ബന്ധപ്പെടുന്നതിലുമാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്. കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു കോളേജ് കാണിക്കുന്നു. ആ കോളേജിലെ ഒരു പ്രൊഫസറാണ് നമ്മുടെ ഹീറോയിൻ. രാത്രിയിൽ സ്വന്തം ഭർത്താവിൽ നിന്നും ഇത്രയധികം ക്രൂരതകൾ അനുഭവിച്ചിട്ടും അടുത്ത ദിവസം അവർ കോളേജിൽ വരികയാണ്. നമ്മുടെ ഹീറോയിൻ സ്ട്രെസ് കൂടുമ്പോഴൊക്കെ അവിടെ ഒരു മാലാഖയുടെ രൂപം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴും അവരത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോയിന് കോളേജിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അവരും പുതുതായി കല്യാണം കഴിഞ്ഞ ആളാണ്. എൻ്റെ ഹസ്ബൻഡും സമ്പാദിക്കുന്നുണ്ട്, ഞാനും സമ്പാദിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. നിന്റെ ഹസ്ബൻഡും അതുപോലെ സമ്പാദിക്കുന്ന കാശൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ്റെ പക്കൽ ഉത്തരവില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ മറ്റൊരു ടീച്ചർ വന്ന് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നു. താൻ പ്രഗ്നൻ്റ് ആണെന്ന വിവരവും പറയുന്നു. അപ്പോൾ അത് കേട്ട് അവരുടെ ഫ്രണ്ട്, അവൾ കല്യാണം കഴിഞ്ഞ 6 മാസം കൊണ്ട് പ്രഗ്നൻ്റ് ആയി, നിങ്ങൾ എന്താ അതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്യാത്തത് എന്ന് ഹീറോയിനെ നോക്കി ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു ഭയമാണ് കാണുന്നത്. കട്ട് ചെയ്താൽ കാർത്തിക്കിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഇപ്പോൾ ഓഫീസിൽ ശരിയായ ജോലിയൊന്നും ചെയ്യാറില്ല. എപ്പോഴും തൻ്റെ ഭാര്യ നേഹയുടെ ഫോട്ടോ കമ്പ്യൂട്ടറിൻ്റെ DP-യിൽ വെച്ച് അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ആ കമ്പനിയിലെ HR-ഉം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനു മുകളിലും ഇവനെ നമ്മൾ ജോലിക്ക് വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ചിന്തിച്ച് അവരവനെ ഉള്ളിലേക്ക് വിളിക്കുന്നു. കാർത്തിക്, നിന്റെ പെർഫോമൻസ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒന്നും ശരിയായി ചെയ്യുന്നില്ല. അതിനാൽ നിന്നെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടുകയാണ് എന്ന് പറയാണ്. എന്നാൽ അവിടെ ഹീറോ ഉറക്കെ ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചാലും എന്നെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണിലെടുത്തൊരു വീഡിയോ അവൻ കാണിക്കുന്നു. ആ HR കമ്പനിയിലെ മറ്റൊരു പയ്യനുമായി പ്രണയത്തിലാണ്. അവരൊന്നിച്ചിരിക്കുന്നതായ വീഡിയോ അവൻ രഹസ്യമായി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവനോടെ കാണിച്ച് ആ HR-നെ ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾ എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടാൽ ഈ വീഡിയോ ഞാൻ ലീക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ അവർ ഭയന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാവുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു പാർട്ടിക്ക് വരികയാണ്. പാർട്ടിയിലിരുന്ന കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ചില പെൺകുട്ടികൾ ഹീറോയെ കണ്ട് അടുത്തേക്ക് വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ കളിക്കുന്നത് ഹീറോയ്ക്ക് ഇഷ്ടമല്ല. തൻ്റെ ഭാര്യയോട് ലോയൽ ആയിരിക്കണം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ആ പെൺകുട്ടികളെ അവൻ അവിടെ നിന്ന് ഓടിച്ചു വിടാണ്. എടാ, ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കേണ്ട സമയത്ത് ഭാര്യയോട് വിശ്വസ്തതയും കാണിച്ച് നീ എന്ത് നേടാനാടാ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരികയും കൂട്ടുകാരെ തന്നെ തല്ലാൻ പോവുകയും ചെയ്യുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഹീറോ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. പാർട്ടിയിലുണ്ടായ അടിപിടിയിൽ ഹീറോയ്ക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന ഉടൻ വേലക്കാരിയോട് ഐസ് ക്യൂബ് എവിടെ എന്നവൻ ചോദിക്കുകയാണ്. ഫ്രിഡ്ജിലുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് വേലക്കാരി ചോദിക്കുമ്പോൾ, വേണ്ട, അതിനാണ് എൻ്റെ ഭാര്യ ഇവിടെ ഉള്ളത്, അവൾ വന്ന് എന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിക്കുന്നു. എന്നാൽ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പ്രതിമ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കുറച്ച് ഐസ് പാക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ഹീറോ വായടയ്ക്കാതെ അലറുന്നു. അവൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒടുവിൽ വേലക്കാരി തന്നെ ആ ഐസ് പാക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം കൂടുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും ഹീറോയിനെ നോക്കിയിട്ട്, ആ സിഗരറ്റ് ഊറ്റിയിടുന്ന ആഷ്ട്ര ഉണ്ടല്ലോ, അത് കൊണ്ടുവരാമോ എന്നവൻ ചോദിക്കുകയാണ്. അപ്പോഴും ഹീറോയിൻ മറുപടി പറയുന്നില്ല. ഞാൻ ചോദിച്ചത്, നീ ഇപ്പോൾ കൊണ്ടുവന്നാൽ ഇന്ന് രാത്രി നിന്നെ ഞാൻ തനിച്ചുറങ്ങാൻ അനുവദിക്കാം, നിനക്ക് സമാധാനമായി സന്തോഷത്തോടെ ഉറങ്ങാം എന്നവൻ പറയുന്നു. അത് കേട്ടതും ഹീറോയിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നു. പെട്ടെന്ന് ഭർത്താവ് ചോദിച്ച സാധനം കണ്ടുപിടിക്കാനായി അവിടെയും ഇവിടെയൊക്കെയായി അവൾ പരക്കം പായുന്നു. അങ്ങനെ ഒരുവിധം അത് കണ്ടുപിടിക്കുമ്പോഴേക്കും ഹീറോ അവിടെ എത്തുകയാണ്. എനിക്ക് പരിക്കേറ്റപ്പോൾ ഞാൻ ഐസ് ചോദിച്ചിട്ട് നീ കൊണ്ടുവന്നില്ല, അപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നീ സന്തോഷമായിരിക്കണം എന്നാണല്ലേ നീ കരുതുന്നത്? അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങുന്നതിലാണോ നിനക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിച്ച് തൻ്റെ ഭാര്യയെ അവൻ ഉപദ്രവിക്കുന്നു. പെട്ടെന്ന് അവൻ അവളുടെ കൈകളിലേക്ക് നോക്കുന്നു. അതിൽ നേഹ ഗൗതം എന്ന പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. ഗൗതം ഗൗതം ഗൗതം, ഇപ്പോഴും നീ ആ ഗൗതമിനെ മറന്നിട്ടില്ല അല്ലേ എന്ന് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ കുട്ടിക്കാലം ഓർക്കുന്നത്. ഹീറോയിൻ വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. അവിടെ അവളോടൊപ്പം പഠിച്ച പയ്യനാണ് ഈ ഗൗതം. രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. ഹീറോയിന് വേണ്ടി ആ ഗൗതം ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹീറോയിനോട് സോറി പറയുമായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഗൗതം നല്ലൊരു സുഹൃത്തായി അവളോടൊപ്പം ഉണ്ടായിരുന്നു.
ഹീറോയിന് സ്വന്തം എന്ന് പറയാൻ വലിയ ബന്ധുക്കളൊന്നുമില്ല. ഒരു അമ്മൂമ്മയുടെ കൂടെയാണ് അവൾ വളർന്നത്. ആ അമ്മൂമ്മയായിരുന്നു അവൾക്ക് ലോകം. ഒരു ദിവസം ഗൗതവുമായി അവൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായമായ അമ്മൂമ്മ മരിച്ചു പോവാണ്. അതിനുശേഷം അവളുടെ ജീവിതം തന്നെ ഇരുളടഞ്ഞു പോവാണ്. ആ ഗ്രാമത്തിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വന്തം അമ്മാവൻ്റെ വീട്ടിലാണ് പിന്നീട് അവൾ വളർന്നത്. കട്ട് ചെയ്താൽ കഥ വീണ്ടും പ്രസന്റ് കാലത്തേക്ക് വരുന്നു. കാർത്തികിനെ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ ജീവിതം നരകതുല്യമായി മാറി. ഇപ്പോൾ ആ നരകത്തിലാണ് അവൾ ജീവിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് രാത്രി ഭർത്താവ് ചെയ്ത ക്രൂരതകളെല്ലാം മറന്ന് പതിവ് പോലെ കോളേജിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ വേലക്കാരി ദോശ ഉണ്ടാക്കിക്കൊണ്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, വേഗം വരാം, കഴിച്ചിട്ട് പോവാം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അവൾ രാവിലെ 9 മണിക്ക് ഇറങ്ങുമെന്ന് നിനക്കറിയാലോ, എന്നിട്ടും നീ അവൾക്ക് ദോശ ഉണ്ടാക്കാതെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണോ? എൻ്റെ നേഹയെ കാത്തു നിൽപ്പിക്കാൻ നിനക്ക് എന്ത് അവകാശമുണ്ട്? ഞാൻ തന്നെ എൻ്റെ നേഹയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ഹീറോ തന്നെ അവിടെ ദോശ ചുട്ടു കൊടുക്കുന്നു. എന്നിട്ട് അത് ഹീറോയിൻ്റെ മുന്നിൽ വെച്ച് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പറയുമ്പോൾ അവൾ ഭയപ്പെടുന്നു. എന്താ ആലോചിച്ചിരിക്കുന്നത്? വേഗം കഴിക്കുക. ഇനി നീ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് പെരുമാറുന്ന രീതി തന്നെ വേറെ ആയിരിക്കും എന്നൊക്കെ അവൻ പറയുമ്പോൾ ഹീറോയിൻ വല്ലാതെ പേടിക്കുകയാണ്. അവൾ വേഗം വേഗം ആ ദോശ കഴിക്കുന്നു. അപ്പോഴാണ് ഭർത്താവ് പറയുന്നത്, സ്നേഹത്തോടെ പറഞ്ഞാൽ നീ ഒന്നും കേൾക്കില്ല അല്ലേ, ഇങ്ങനെ പറഞ്ഞാലേ നീ കേൾക്കൂ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്നു. പോകുന്ന വഴിയിൽ വീണ്ടും അവൻ കാറുമായി വന്ന് നിൽക്കുകയാണ്. എന്താ കാർത്തിക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നു. വേണ്ട, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ നിർബന്ധിച്ച് അവളെ കാറിൽ കയറ്റുന്നു. കാറിൽ പോകുന്ന വഴിയിലും അവൻ അവളെ ഉറ്റുനോക്കുന്നുണ്ട്. അവൾക്ക് മേൽ അവനൊരു ആസക്തി വരുന്നു. കാറ് കോളേജ് പാർക്കിങ്ങിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. ഭാര്യയെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അവൻ കാറിൻ്റെ വിൻഡോ ഗ്ലാസ് എല്ലാം അടയ്ക്കുന്നു. അവിടെ വെച്ചും ആ ക്രൂരത നടക്കുന്നു. ഇതെല്ലാം അനുഭവിച്ച് കരഞ്ഞുകൊണ്ടാണ് ഹീറോയിൻ കോളേജിലേക്ക് വരുന്നത്. സ്റ്റാഫ് റൂം കടന്ന് അവൾ കരഞ്ഞുകൊണ്ട് പോകുന്നതും കൂട്ടുകാരി കാണുന്നുണ്ട്. ഇപ്പോൾ ബാത്റൂമിലിരുന്ന ഹീറോയിൻ പൊട്ടിക്കരയുമ്പോൾ കൂട്ടുകാരി അവിടേക്ക് വരുന്നു. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഓരോ ദിവസവും എനിക്ക് നരകം കാണിച്ചു തരാണ്, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്നവൾ പറയുന്നു. ഹീറോയിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയ കൂട്ടുകാരി അവളെ ഒരു ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മളുടെ ഹീറോയിന് എത്ര വലിയ വിഷമം വന്നാലും എന്ത് പ്രശ്നം വന്നാലും മനസ്സിൽ ഗൗതമിനെയാണ് ഓർക്കാറുള്ളത്. ഇപ്പോഴും അവനെ തന്നെ ഓർത്തുകൊണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അവൾ ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്നു. ഇപ്പോൾ മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഹീറോയിൻ അമ്മൂമ്മ മരിച്ചതിന് ശേഷം ഗൗതമിനോട് ഞാൻ ഇനി അമ്മാവൻ്റെ വീട്ടിലാണ് വളരാൻ പോകുന്നത്, അത് വേറൊരു നാട്ടിലാണ്, ഇടയ്ക്കിടെ എനിക്ക് കോൾ ചെയ്യണം, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അമ്മാവൻ്റെ വീട്ടിൽ അവൾ ഒരു ഏകാന്തതയിലായിരുന്നു വളർന്നത്. അവിടെ വെച്ചിട്ടാണ് അവൾക്ക് ഭയങ്കരമായൊരു സംഭവം ഉണ്ടായത്. അതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഹീറോയിൻ കുറച്ച് വളരുന്നതായി കാണിക്കുന്നു. അവൾ വലിയ കുട്ടിയായ ശേഷം ഇടയ്ക്കിടെ അവിടുത്തെ PCOയിൽ പോയി ഗൗതവുമായി സംസാരിക്കുന്നത് പതിവാണ്. അമ്മാവൻ അറിയാതെയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. കാലക്രമേണ ഒരു സുഹൃത്തായിരുന്ന ഗൗതം അവളുടെ കാമുകനായി മാറി. ഫോൺ ചെയ്യുമ്പോഴൊക്കെ നീ എപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത് എന്ന് അവൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ അവൾ പഠിക്കാൻ ഒരു കോളേജിൽ ചേർന്നു. അതേ കോളേജിൽ വളരെ സർപ്രൈസ്ഡായി ഗൗതമും വന്ന് ചേർന്നു. ഞാനും ഇപ്പോൾ ഈ കോളേജ് ഹോസ്റ്റലിലാണ് നിൽക്കാൻ പോകുന്നത്, ഇനി നിനക്കെന്നെ മിസ് ചെയ്യില്ല, നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്ന് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ ഞാൻ ഗൗതമിനെയാണ് ഹീറോ എന്ന് വിളിക്കുന്നത്, കാർത്തിക് വില്ലനാണ്. ഹീറോയിനും കോളേജിൽ വളരെ സന്തോഷത്തോടെ അവരുടെ സമയം ചെലവഴിക്കുന്നു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ എന്ന അവരുടെ പ്രണയം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഗൗതമിനെ മറക്കാതിരിക്കാൻ സ്വന്തം കയ്യിൽ അവൻ്റെ പേര് അവൾ പച്ചകുത്തുന്നത്. അങ്ങനെ ടാറ്റു ഒക്കെ അടിച്ച് അവൾ അവളുടെ വീട്ടിലേക്ക് വരുന്നു. ഇതെല്ലാം മുമ്പ് നടന്നതാണ്. കട്ട് ചെയ്താൽ കഥ വീണ്ടും പ്രസന്റ് കാലത്തേക്ക് വരുന്നു. ഹീറോയിൻ ആശുപത്രിയിൽ പോയി വന്ന് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആ സ്ഥലത്തേക്ക് വില്ലനായ ഭർത്താവ് വരുന്നു. ഭാര്യ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവൻ നോക്കി നിൽക്കുകയാണ്. എത്ര സുന്ദരിയാണ് ഇവൾ എന്ന് അവൻ ആസ്വദിക്കുകയാണ്. വില്ലൻ അടുത്തിരുന്ന് നോക്കുന്നത് കണ്ട് ഹീറോയിൻ ഞെട്ടി ഉണരുന്നു. നിനക്ക് ഇഷ്ടമുള്ള ലഡു ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇത് കഴിക്ക് എന്നവൻ കൊടുക്കുമ്പോൾ അവൾ വേണ്ട എന്ന് പറയുന്നു. ഉടനെ അവന് ടെൻഷൻ ആവുന്നുണ്ട്. ആ ലഡു താഴെയിട്ട് ചവിട്ടിയിട്ട് അവൻ അലറുന്നു. ഇതിനു വേണ്ടിയിട്ടാണോ സ്നേഹിക്കുന്നത്? എന്ത് ചെയ്താലും നീ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയിന് വല്ലാത്തൊരവസ്ഥയാവുന്നു. ഇതിനെല്ലാം കാരണം ആ ഗൗതം അല്ലേ? അവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നവൻ ചോദിക്കുമ്പോൾ അവളും പറയുന്നു, അതെ, നിന്നെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അവനോടൊപ്പം ജീവിക്കുന്നതാണെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് വില്ലൻ അവിടെ നിന്നും കൈകൊട്ടിച്ചിരിക്കുന്നു. വില്ലനും ഭാര്യയും തമ്മിലുള്ള വഴക്കെല്ലാം പുറത്തുനിന്ന് വേലക്കാരി കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് വാതിൽ മുട്ടുമ്പോൾ ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്, ഇവിടെ നിന്നും പൊക്കോ എന്ന് പറഞ്ഞ് വില്ലൻ ആക്രോശിക്കുന്നു. അവൻ ഭാര്യയുടെ അടുത്ത് വന്ന് നീ എന്നോട് ഐ ലവ് യു എന്ന് പറയണം, അത് പറയുന്നവരെ ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, ഇപ്പോഴും ഞാൻ ഗൗതമിനെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഹീറോയിൻ ധൈര്യത്തോടെ പറയുന്നു. നീ ഇപ്പം തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെയുള്ള ഗ്ലാസ് ഒക്കെ എറിഞ്ഞുടയ്ക്കുന്നു. അത് കണ്ട് ഭയന്ന് ഹീറോയിൻ ബോധം കെട്ട് താഴെ വീഴുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വില്ലൻ ഒരു ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടർ വന്ന് ഹീറോയിനെ പരിശോധിച്ചിട്ട് പേടിച്ചുകൊണ്ടാണ് ബോധം പോയത്, വേറെ ഒന്നുമല്ല, ശരിയായിക്കോളും. എന്നാൽ ഭാര്യയ്ക്ക് പരിക്കേറ്റതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നു.
ഹീറോയിൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കണ്ണു തുറന്നു നോക്കുന്നു. ഇപ്പോഴെങ്കിലും തന്റെ ഭർത്താവ് നന്നാവുമായിരിക്കും എന്ന് അവൾ വിചാരിക്കുകയാണ്. എന്നാൽ അവൾ കാണുന്നത് കുറെ വിറകുകൾ പെറുക്കിക്കൊണ്ടുവന്ന് വില്ലൻ വീടിന്റെ ഹാളിൽ ഇടുന്നതാണ്. ആ വിറകിന് മുകളിലേക്ക് അവൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കുന്നു. നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ വിറകിന് മുകളിൽ കയറി നിൽക്കുന്നു. ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ രാമായണത്തിൽ നടന്ന സംഭവം ഇവിടെ നടക്കും. എന്റെ സ്നേഹം തെളിയിക്കാൻ ഞാൻ ഇതിലേക്ക് ചാടും എന്ന് അവൻ ഭീഷണിപ്പെടുത്തുന്നു. അയ്യോ, ഇവനെന്ത് ഇങ്ങനെ ഭ്രാന്തനെ പോലെ പെരുമാറുന്നത് എന്ന് ചിന്തിച്ച് ഹീറോയിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. വേറെ വഴിയില്ലാതെ അവൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാണ്. അപ്പോഴാണ് വില്ലൻ ചിരിക്കുന്നത്. അങ്ങനെ തന്റെ ഭാര്യയെ നിർബന്ധിച്ചാണ് അവൻ ഇത്രയും നാൾ സ്നേഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ എഴുന്നേക്കാണ്. ഭർത്താവ് ചുറ്റുവട്ടത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവൻ ജോലിക്ക് പോയി എന്ന് മനസ്സിലാക്കി അവൾ വേഗം കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്നു. പോകുന്ന വഴിയിലുള്ള ഒരു അമ്പലത്തിൽ കയറി അവൾ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവനിൽ നിന്നും എനിക്കൊരു മോചനം കിട്ടണേ എന്ന്. അവൾ കോളേജിലെത്തുമ്പോൾ പെട്ടെന്ന് കാമുകനായ ഗൗതമിന്റെ ഓർമ്മ വരുന്നു. ഗൗതം ഗൗതം എന്ന് വിളിച്ച് അവൾ എല്ലായിടത്തും അവനെ തിരയുന്നു. ഇത് കാണുന്ന കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, ഗൗതം എന്നൊരു വിദ്യാർത്ഥി ഇവിടെ പഠിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അവനില്ല. നിനക്ക് എന്താ സംഭവിക്കുന്നത്? നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയേ, എന്താണെങ്കിലും ഷെയർ ചെയ്യേ. അപ്പോഴാണ് ഹീറോയിൻ താൻ എങ്ങനെയാണ് ഇത്രയും മോശപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചതെന്നും എങ്ങനെയാണ് ഇവന്റെ വലയിൽ വീണതെന്നും ഉള്ള കഥ പറയാൻ തുടങ്ങുന്നത്. കട്ട് ചെയ്താൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹീറോയിൻ അമ്മൂമ്മ മരിച്ചതിന് ശേഷം അമ്മാവന്റെ വീട്ടിലേക്ക് വന്നല്ലോ. ആ അമ്മാവന് ഒരു മകനുണ്ട്. ആ മകനാണ് ഈ കാർത്തിക്. ചെറുപ്പം മുതലേ അവന് മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഹീറോയിൻ വീട്ടിലേക്ക് വന്ന ഉടൻ തന്നെ വരാന്തയിൽ പോയപ്പോൾ കാണുന്നത് കാർത്തിക് അവിടെ ഒരു റൂമിലിരുന്ന് ഒരു പാവയോട് സംസാരിക്കുന്നതാണ്. ആ പാവയെ അവന്റെ കൂട്ടുകാരി പോലെയോ കാമുകിയെ പോലെയോ ആണ് അവൻ കണ്ടിരുന്നത്. അതിനുശേഷം ഹീറോയിൻ അതെല്ലാം കണ്ട് കാർത്തികിനെ കുറച്ചൊക്കെ തിരുത്തുന്നുണ്ട്. കാർത്തികിനോട് വളരെ ഫ്രണ്ട്ലി ആയി സംസാരിക്കുകയും അവനോട് ഇടപഴകുകയും ചെയ്തു. എന്നാൽ അതിനെയെല്ലാം കാർത്തിക് പ്രണയമായാണ് കണ്ടത്. അവൻ ആ പാവയെ മാറ്റിയിട്ട് ഇപ്പോൾ തന്റെ നേഹയാണ് എല്ലാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അമ്മാവനാകട്ടെ അവളെ മരുമകളെ എന്നാണ് വിളിച്ചിരുന്നത്. നീ വലിയ പെൺകുട്ടിയാവുമ്പോൾ എൻ്റെ മകനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ തന്നെ നിങ്ങളെ നിർത്തും എന്ന് പറഞ്ഞാണ് അവർ വളർത്തിയത്. അതുകൊണ്ട് കാർത്തികിന് ആ പ്രണയം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഹീറോയിന്റെ പിന്നാലെ ആര് നടന്നാലും അവൾക്ക് ചെറിയ പരിക്കേറ്റാൽ പോലും അവളൊന്ന് കരഞ്ഞാൽ പോലും കാർത്തികിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരേ വീട്ടിലാണ് അവർ രണ്ടുപേരും വളർന്നത്. കാർത്തികിന്റെ പല ക്രൂരതകളും അവൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമായിരുന്നില്ല. ഈ സമയത്താണ് അവൾ കോളേജിൽ ചേർന്നതും ഗൗതമിനെ പ്രണയിക്കുന്നതും. അങ്ങനെ ഒരു ദിവസം ടാറ്റു അടിച്ച് വീട്ടിൽ വന്നപ്പോൾ ഗൗതമാണ് അവളെ ഡ്രോപ്പ് ചെയ്തത്. ഗൗതം, നീ വേഗം ഇവിടെ നിന്ന് പോ, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും എന്ന് അവൾ പറയുന്നു. എന്നാൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗൗതം അവളോട് സംസാരിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നെന്തോ പൂച്ചെടി താഴെ വീണ് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു. അത് കേട്ടതും ഹീറോയിൻ വേഗം വീട്ടിലേക്ക് ഓടുകയാണ്. അന്ന് രാത്രി അമ്മാവൻ തന്റെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യാണ്. എന്താ അമ്മാവ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവാണ്, 2 ദിവസം കഴിഞ്ഞേ വരും, നീ വീട്ടിൽ ശ്രദ്ധിച്ച് നിൽക്കണം എന്ന് പറയാണ്. അയ്യോ, ഈ സൈക്കോടെ കൂടെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും എന്ന് വിചാരിച്ച് അവൾ ഭയപ്പെടുന്നു. അമ്മാവൻ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ വില്ലൻ അവിടേക്ക് വരികയാണ്. മോനെ, നീ വന്ന് കഴിക്ക്, ഞാൻ 2 ദിവസം ദൂരെ പോവാണ്, ഇവളെ നീ ശ്രദ്ധിച്ചോളണം എന്ന് അമ്മാവൻ പറയാണ്. എന്നാൽ വില്ലന് ആ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാതെ അത് വലിച്ചെറിഞ്ഞിട്ട് പോവാണ്. ഇവനെന്താ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ശരി മോളെ, നീ അവനെ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ അവൻ നാട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. ഹീറോയിൻ രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ വരുന്നു. അത് വില്ലനായ കാർത്തിക് എടുത്ത വീഡിയോ ആയിരുന്നു. ഹീറോയിനും കാമുകനായ ഗൗതവും സംസാരിക്കുന്നത് അവൻ രഹസ്യമായി എടുത്തതായിരുന്നു. അത് എങ്ങനെ എന്നെ പറ്റിച്ചല്ലോ, ചെറുപ്പം മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്, അപ്പോൾ എനിക്ക് എന്താണ് തീരുമാനം എന്ന് കാർത്തിക് അതിൽ ചോദിക്കുകയാണ്. ഇത് കണ്ടതും അവൾ വല്ലാതെ ഭയന്നു പോവാണ്. ഈ വിവരം അവന് മനസ്സിലായല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് പരിഭ്രാന്തിയോടെ താഴെ വന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കുമ്പോൾ പിന്നിൽ വില്ലൻ വന്ന് നിൽക്കുന്നു. അവൾ വിറച്ചു പോവാണ്. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഓടാൻ നോക്കുമ്പോൾ വില്ലൻ കുറുകെ വന്നിരിക്കുന്നു. എന്താ നേഹത്, ചെറുപ്പം മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്, എനിക്ക് എന്തൊരു വില? ആരായി ഗൗതം? ഇന്നലെ വന്ന പയ്യനെ പോയി നീ പ്രണയിക്കുകയാണോ? നീ എന്നെയാണ് സ്നേഹിക്കേണ്ടത് എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവന്റെ സംസാര രീതിയും പെരുമാറ്റവും കണ്ട് അവൾ വല്ലാതെ ഭയപ്പെടുന്നു. അപ്പോഴാണ് അവിടെ മറ്റൊരു കഥ കൂടി വില്ലൻ പറയുന്നത്. നിന്റെ കൂടെ സംസാരിച്ചു പോയ ഗൗതം ഒരു മെഡിക്കൽ ഷോപ്പിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു മാസ്ക് വെച്ച് പോയി അവനെ തല്ലി. അവൻ മാത്രമല്ല, ഇനി നിന്റെ കൂടെ ഏത് പിള്ളേർ സംസാരിച്ചാലും അവർക്കും ഇതാണ് അവസ്ഥ എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ വീണ്ടും പേടിക്കുകയാണ്. അച്ഛൻ തിരിച്ചു വരുന്നവരെ നിന്നെ സുരക്ഷിതമായി നോക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഞാൻ നിന്റെ പേര് വിളിക്കും, നീ എന്ന് മൂളണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ കാണാൻ പാടില്ലാത്ത പ്രഖ്യാതങ്ങൾ നേരിടും എന്നവൻ പറയുന്നു. അങ്ങനെ അച്ഛൻ തിരിച്ചു വരുന്നവരെ അവളുടെ റൂമിന് പുറത്ത് അവൻ ഇരിക്കുകയും അവളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൾ ഉറങ്ങാതെയും കഴിക്കാതെയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നേരം വെളുക്കാണ്. രാവിലെ തന്നെ അച്ഛൻ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. എന്താണ് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ആ പെൺകുട്ടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ വീടിനുള്ളിൽ തന്നെയുണ്ട്, അവളെ സുരക്ഷിതമായി നോക്കാൻ പറഞ്ഞില്ലേ, അതാണ് ഇങ്ങനെ നോക്കുന്നത് എന്നവൻ പറയുന്നു. അമ്മാവൻ പുറത്തു വന്നത് കണ്ട ഉടനെ ഹീറോയിൻ അമ്മാവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നു. അയ്യോ, എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തോ, അവൻ അത്ര മോശപ്പെട്ടവനാണ്, ഉടനെ അവനെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കണം എന്ന് അമ്മാവൻ പറയുന്നതാണ് കരുതിയത്. എന്നാൽ അമ്മാവൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്.
നേഹ, ചെറുപ്പം മുതൽ നീ അവനെ കാണുന്നതല്ലേ? അവൻ നിന്നെ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ ഈ സ്വഭാവമൊക്കെ അവൻ മാറ്റിയേക്കാം. അവൻ നല്ലവനായി മാറും എന്നാണ് അയാൾ പറയുന്നത്. എന്താ അമ്മാവ പറയുന്നത്? ഞാൻ ഗൗതം എന്ന പേരിലൊരു പയ്യനെ കുറെ നാളായി പ്രണയിക്കുന്നുണ്ട് അമ്മാവ. ഞാൻ അവനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവൾ പറയുന്നു. എന്താ മോളെ നീ പറയുന്നത്? ചെറുപ്പം മുതൽ നീ കാർത്തികിനുള്ളതാണെന്ന് പറഞ്ഞല്ലേ ഞാൻ നിന്നെ വളർത്തിയത്. എന്നെ സംബന്ധിച്ച് വാക്ക് കൊടുത്താൽ അത് നിറവേറ്റണം. ഞാൻ എൻ്റെ മകന് വാക്ക് കൊടുത്തുപോയി. അവൻ സന്തോഷമായി ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കണമെങ്കിൽ നീ കാർത്തികിന്റെ കൂടെ നിന്നാലേ കഴിയൂ. അതൊന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക. ഈ ഗൗതമൊന്നും നിനക്ക് സെറ്റാവില്ല മോളെ. അമ്മാവനല്ലേ പറയണേ? ഞാൻ നിന്നെ വളർത്തിയവനല്ലേ? എൻ്റെ മകൻ കാർത്തികിനെ തന്നെ നീ കല്യാണം കഴിക്കണം എന്ന് അയാൾ ആവശ്യപ്പെടുന്നു. അവിടെ എന്ത് തീരുമാനം എടുക്കണം എന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് വില്ലന്റെ അച്ഛൻ ഒരു കഥ പറയുന്നത്. ചെറുപ്പത്തിൽ കാർത്തിക് ഒരു പാവ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഞാൻ അവനൊരു പാവ വാങ്ങിക്കൊടുത്തു. അത് വാങ്ങിയത് മുതൽ അവൻ ആ പാവയെ ഒരു പെൺകുട്ടിയെ പോലെ കാണുകയും അതിനോട് സംസാരിക്കുകയും അതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. അവളാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും അതിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഏകദേശം ഒരു പ്രേതത്തിന്റെ കൂടെ നിൽക്കുന്നത് പോലെയാണ് ഞാൻ ഫീൽ ചെയ്തത്. ഇതൊന്നും മാറില്ലേ എന്ന് വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് നീ ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ മുതൽ കാർത്തിക് കുറച്ചായി മാറാൻ തുടങ്ങി. ഒരു മനുഷ്യനായി മാറി. നീ വന്നതുകൊണ്ട് മാത്രം അവനിൽ ഇത്രയും മാറ്റം ഉണ്ടായെങ്കിൽ നീ അവനെ കല്യാണം കഴിച്ചാൽ അവന്റെ ജീവിതം തന്നെ മാറും. കുറച്ചൊന്ന് ആലോചിച്ച് നോക്കും മോളെ. തീർച്ചയായിട്ടും കാർത്തിക് വളരെ നല്ല പയ്യനാണ് എന്ന് പറഞ്ഞ് അയാൾ തന്റെ മകനെ വലിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഹീറോയിൻ സ്വയം മുറിവേൽപ്പിക്കുന്നു. അങ്ങനെ അവൾ ആശുപത്രിയിലാവാണ്. ഇതറിയുന്ന വില്ലനും ആശുപത്രിയിലേക്ക് ഓടി വരികയാണ്. സ്വന്തം അച്ഛനെ അവൻ ചീത്ത പറയുന്നു. നീ അവളോട് എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവൾ ആശുപത്രിയിലായത്? എല്ലാത്തിനും കാരണം നീയാണ് എന്നവൻ പറയുന്നു. അകത്ത് ചെന്ന് ഹീറോയിനെ കണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നിനക്കൊരു ചെറിയ പരിക്ക് പറ്റിയാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ നേഹയെ ചേർത്ത് പിടിക്കുന്നു. നേഹ അവിടെ വെച്ചും പേടിക്കുകയാണ്. അടുത്തുള്ള നേഴ്സ് വന്ന്, സാർ ഇങ്ങനെ അകത്തൊന്നും വന്ന് സംസാരിക്കാൻ പാടില്ല, കുറച്ചൊന്ന് പുറത്തേക്ക് നിൽക്ക് എന്ന് പറയുമ്പോൾ അവൻ അവിടെയുള്ള പഴങ്ങൾ എടുത്ത് എറിഞ്ഞ് ആ നേഴ്സിനെ ഓടിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ മറ്റൊരു കാര്യം ചിന്തിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ, നമുക്ക് വേഗം വീട്ടിൽ പോയി ലഗേജൊക്കെ എടുത്ത് ഗൗതമിന്റെ കൂടെ ഒളിച്ചോടാം എന്ന് അവൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഗൗതമിനെ വിളിച്ച് അവനൊരു ബസ് സ്റ്റാൻഡിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. എന്നാൽ ആ സ്ഥലത്തേക്ക് കാർത്തിക് വരികയും ഹീറോയിനെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു. അവിടെ നിന്നും വീണ്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അച്ഛനോട് അവൻ പറയുന്നു, ഇവൾ ഈ വീട് വിട്ട് ഒളിച്ചോടാൻ നോക്കി, ഇവളെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത് എന്ന് ചോദിച്ച് അവൻ ഭയങ്കരമായിട്ട് അച്ഛനോട് വഴക്കിടാണ്. ഒരു ഘട്ടത്തിൽ അവൻ സ്വന്തം അച്ഛനെ തന്നെ തല്ലാൻ പോവാണ്. ഇത് കണ്ട് അച്ഛൻ ആകെ തകർന്നു പോവാണ്. അതിനുശേഷം അയാൾ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട്, ദയവ് ചെയ്ത് എൻ്റെ മകനെ കല്യാണം കഴിക്കണം മോളെ, ഇല്ലെങ്കിൽ അവൻ എന്നെ തന്നെ എന്തെങ്കിലും ചെയ്ത് കളയും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. ചെറുപ്പം മുതലേ തന്നെ വളർത്തിയ അമ്മാവൻ തന്നോട് അപേക്ഷിച്ചപ്പോൾ ഹീറോയിൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെയാണ് അവൾ ഈ നരകത്തിൽ പെട്ടുപോയതെന്നും അതിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണെന്നും അവൾ കൂട്ടുകാരിയോട് പറയുന്നു. തന്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരിയോട് പങ്കുവച്ച ശേഷം പ്രസന്റിൽ ഹീറോയിൻ വീട്ടിലേക്ക് മടങ്ങി വരാണ്. വീട്ടിൽ വന്നപ്പോൾ ആ വില്ലൻ ഭാര്യയോട് വീണ്ടും ക്രൂരതകൾ ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ഹീറോയിൻ, നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ എന്നെ തന്നെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അയ്യോ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യരുത്, വേണ്ട എന്ന് പറഞ്ഞ് അവൻ കരയാണ്. അന്ന് അവൻ ആ സോഫയിൽ കിടന്ന് തന്നെ ഉറങ്ങിപ്പോവാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട്ടിൽ തന്റെ ഭാര്യയെ കാണാനില്ല. വേലക്കാരി വന്നാണ് അവനെ വിളിച്ചുണർത്തുന്നത്. അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷെ ജോലിക്ക് പോയി കാണും എന്ന് വേലക്കാരി പറയാണ്. കോളേജിൽ പോയി നോക്കാമെന്ന് കരുതി കോളേജ് മുഴുവൻ അവൻ തന്റെ ഭാര്യയെ തിരയുന്നു. അവിടെയും അവളെ കാണാനില്ല. അപ്പോഴാണ് ഹീറോയിന്റെ കൂട്ടുകാരി ഒരു ക്ലാസ് റൂമിലേക്ക് പോകുന്നത് കാണുന്നത്. അവിടെയുള്ള ഹീറോയിന്റെ കൂട്ടുകാരിയോട് അവൾ എവിടെ എന്നവൻ ചോദിക്കുകയാണ്. എനിക്കറിയില്ല, അവൾ കോളേജിൽ വന്നിട്ടില്ല എന്നവർ പറയുന്നു. എന്ത്, കോളേജിൽ വന്നില്ലേ? വീട്ടിലും ഇല്ല, പിന്നെ കോളേജിലും ഇല്ലെങ്കിൽ പിന്നെ അവൾ എവിടെ പോയി എന്ന് പറഞ്ഞ് തന്റെ മൊബൈലിൽ നിന്നും ഭാര്യയെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത്. അവൻ സംസാരിക്കുന്നതെല്ലാം അവിടെയുള്ള കുട്ടികൾ വീഡിയോ എടുക്കുന്നുണ്ട്. ആ കുട്ടികളോടായി അവൻ, എൻ്റെ ഭാര്യയാണ് ഞാൻ അന്വേഷിക്കുന്നത്, അവളാണ് എൻ്റെ പ്രണയം, അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞ് അവൻ ഭാര്യയെ തെരഞ്ഞ് എല്ലായിടത്തും അലയുന്നു. ഒരു ദിവസം ആവുന്നുണ്ട്, 2 ദിവസം ആവുന്നു, 3 ദിവസം ആവുന്നു, ഒരാഴ്ചയാവുന്നു. എന്നിട്ടും ഹീറോയിൻ വീട്ടിൽ തിരികെ വന്നിട്ടില്ല. നാട്ടിലും അവളെ കാണാനില്ല. അവൾ എന്നെ വിട്ടിട്ട് പോയി. അപ്പോൾ ആ ഗൗതമിന്റെ കൂടെ അവൾ പോയി കാണും. അപ്പോൾ എന്നെക്കാൾ അവൾക്ക് വലുത് ഗൗതമാണെന്ന് അവൾ ചിന്തിച്ചു എന്നൊക്കെ ആലോചിച്ച് അവൻ അവിടെ പൊട്ടിക്കരയാണ്. ഭാര്യ എവിടെ പോയി എന്നറിയാതെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അവൻ. വീട്ടിലെപ്പോഴത്തെയും പോലെ ജോലി ചെയ്യാൻ ആ വേലക്കാരി വരുന്നു. വില്ലൻ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത് അവർ കാണുകയാണ്. വേലക്കാരിയെ ദൂരെ നിന്ന് കാണുമ്പോൾ വില്ലന് അത് തന്റെ ഭാര്യയെ പോലെ തോന്നുകയാണ്. വേലക്കാരിക്കും ഈ വില്ലന്റെ മേൽ കുറെ നാളായി മോഹമുണ്ട്. അതുകൊണ്ട് വേലക്കാരിയുടെ അടുത്തേക്ക് വില്ലൻ പോകുന്നു. അപ്പോഴാണ് അത് വേലക്കാരിയാണെന്നും തന്റെ ഭാര്യയല്ലെന്നും അവന് മനസ്സിലാവുന്നത്. ആ വേലക്കാരിയോട്, ഇനി നീ ജോലിക്ക് വരരുത് എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നും ഓടിച്ചു വിടുന്നു. ഒരു ഘട്ടത്തിന് ശേഷം വില്ലന്റെ ക്ഷമ നശിക്കുകയാണ്. വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അവൻ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് അലമാരിയിലിരിക്കുന്ന ഒരു പാവയെ അവൻ കാണുന്നത്. ഈ പാവ ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആ പാവയാണ് അത്. ഇപ്പോൾ ആ പാവയെ വീണ്ടും പുറത്തെടുത്തിട്ട് ചെറുപ്പത്തിൽ സംസാരിച്ചതുപോലെ വീണ്ടും ആ പാവയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ആ പാവയാണ് തൻ്റെ ഭാര്യ എന്നാണ് അവൻ ഇപ്പോൾ കരുതുന്നത്. അങ്ങനെ പാവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിൻ്റെ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നീ എവിടെ പോയിട്ട് വരികയാണ്? ഒരാഴ്ചയായിട്ട് കാണാനില്ലല്ലോ,
എവിടെ പോയി, സത്യം പറ എന്നവൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതെ, ഞാൻ ആ ഗൗതമിന്റെ കൂടെ പോയിട്ട് വരാണ്. നിന്നേക്കാൾ എനിക്ക് പ്രധാനം ആ ഗൗതമാണ് എന്നവൾ പറയുന്നു. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്നവൻ ചോദിക്കുകയാണ്. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ ഗൗതമനോടൊപ്പം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പോവാണ്. അതാണ് ഞാൻ നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് ഹീറോയിൻ പറഞ്ഞതും വില്ലൻ ആകെ തകർന്നു പോവാണ്. നീ എത്ര അഹങ്കാരത്തോടെ സംസാരിക്കോ എന്ന് ചോദിച്ച് ഭാര്യയെ തന്നെ അവൻ ആക്രമിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് തുടക്കത്തിൽ ഒരു സീൻ കാണിച്ചത് ഓർമ്മയുണ്ടോ? അപ്പാർട്ട്മെന്റിനുള്ളിൽ ഒരു ഭയങ്കരമായ സംഭവം നടക്കുന്നത് അതിതാണ്. അയൽക്കാർ ശബ്ദം കേട്ട് പോലീസിനെ വിളിക്കുകയാണ്. പോലീസുകാർ വന്ന് അപ്പാർട്ട്മെന്റിലുള്ള വില്ലനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ പോലും തന്റെ ഭാര്യ എവിടെയെന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഹീറോയിൻ അവിടെ നിന്നും കാണാതായിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വില്ലനെ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്റ്റേഷനിലുള്ള പോലീസുകാർ നിന്റെ ഭാര്യ നീ എന്ത് ചെയ്തു, അവളെ കാണാനില്ലല്ലോ, എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ ഞാനും അത് തന്നെയാണ് തിരയുന്നത്. പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു, പിന്നെ പെട്ടെന്ന് കാണാതായി, എനിക്കും മനസ്സിലാവുന്നില്ല എന്നവൻ പറയാണ്. ഭാര്യയുടെ ഫോട്ടോ അവിടെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ നോക്കിയിട്ട് ഒരു പോലീസുകാരൻ അത് കീറിക്കളയാൻ പോവാണ്. മറ്റു പോലീസുകാരോട് വില്ലൻ അവിടെ വഴക്കിടുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ലേഡി ഇൻസ്പെക്ടർ വരുന്നത്. വില്ലനെ അവരവിടെ കെട്ടിയിടുകയാണ്. ഈ വില്ലനെ കുറിച്ച് വേലക്കാരിയോടും അവന്റെ ഓഫീസിലും ഈ ലേഡി പോലീസ് അന്വേഷിക്കുന്നു. വേലക്കാരിയും അയാൾ വളരെ മോശപ്പെട്ടവനാണെന്നും ഭാര്യ എപ്പോഴും ഉപദ്രവിക്കുന്നവനാണെന്നും പറയുന്നു. ഓഫീസിലെ HR-ഉം അവൻ ഇവിടെയും വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. എൻ്റെ വീഡിയോ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. അവനെതിരെ ഞാനും പരാതി നൽകുന്നു. അവനെ ജയിലിൽ തന്നെ അടയ്ക്കണം. അവനൊരു മെന്റലാണ് എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും അവൻ തന്റെ ഭാര്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞ വില്ലന്റെ അച്ഛനും അവിടെ നിന്ന് കരയും. ഞാൻ തന്നെയാണ് എൻ്റെ മരുമകൾക്ക് ഇങ്ങനെ ഒരു ജീവിതം നൽകിയത്. കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അപ്പോൾ പോലും ഇത് മാറിയില്ല. ഇപ്പോൾ എൻ്റെ മരുമകളെ അവൻ എന്തു ചെയ്തോ, അവളെ കാണാനുമില്ല എന്ന് പറയാണ്. എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഈ തെളിവുകളെല്ലാം പോലീസുകാർ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കുന്നു. ഇതെല്ലാം നോക്കിയിട്ട് ജഡ്ജി ഇങ്ങനെ ഒരാൾ പുറത്ത് സ്വതന്ത്രമായി നടക്കാൻ പാടില്ലെന്നും ഉടനെ തന്നെ അവനെ ഉള്ളിലിടണമെന്നും മാനസികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റേണ്ടതെന്നും ഉത്തരവിടുന്നു. അങ്ങനെ അവനെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അടയ്ക്കാണ്. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞുള്ള കഥയാണ് കാണിക്കുന്നത്. വില്ലൻ ഇപ്പോൾ ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇന്ന് വരെ തന്റെ ഭാര്യ എവിടെ പോയി എന്നതിനെ കുറിച്ച് അവനൊരു സൂചന പോലും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ വില്ലനെ കാണാനായി ആ ലേഡി ഇൻസ്പെക്ടർ വരുന്നത്. എന്താ കാർത്തിക, സുഖമാണോ? നിന്നോടൊരു വലിയ ട്വിസ്റ്റ് പറഞ്ഞിട്ട് പോവാന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. സത്യത്തിൽ ഞാൻ ഇൻസ്പെക്ടർ ആകുന്നതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നതെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞ അവരൊരു ട്വിസ്റ്റ് പറയുന്നു. സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ, ഗൗതം, അതുപോലെ ഈ ലേഡി ഇൻസ്പെക്ടർ ഇവരെല്ലാവരും ഒരേ കോളേജിലാണ് പഠിച്ചത്. ഹീറോയിന്റെ നല്ലൊരു കൂട്ടുകാരിയാണ് ഈ ഇൻസ്പെക്ടർ. ഹീറോയിന് കല്യാണം കഴിഞ്ഞതും അവൾ ഇങ്ങനെ ഒരു നരക ജീവിതത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നുമുള്ള വിവരം ഇൻസ്പെക്ടർ ആയപ്പോഴാണ് അവരറിയുന്നത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും അവളെ രക്ഷിക്കണം എന്നവർ തീരുമാനിക്കുന്നു. ആ സമയത്താണ് കുറെ നാളുകൾക്ക് ശേഷം ഗൗതമും ഹീറോയിനെ വന്ന് കണ്ടത്. നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടു, അതാണ് ഞാൻ കാണാൻ വരാതിരുന്നത്. നിന്റെ മാരേജ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് അമ്മാവനാൽ തനിക്കുണ്ടായ ക്രൂരതകളൊക്കെ കാമുകനോട് പറയുന്നു. അപ്പോഴാണ് ഗൗതം പറയുന്നത്, ഞാൻ ഇപ്പോഴും നിന്നെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രണയം അത്രത്തോളം പവിത്രമാണ്. നിന്റെ കല്യാണം കഴിഞ്ഞാലും കുഴപ്പമില്ല, നിനക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം. അവൻ ചെയ്ത ഈ ക്രൂരതകൾക്കെല്ലാം അവനെ പിടിച്ച് നമുക്ക് ജയിലിലടയ്ക്കാം. അങ്ങനെ അവർ ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. നീ ഒരാഴ്ചത്തേക്ക് ഒളിവിൽ പോകണം. അങ്ങനെ ചെയ്താൽ അവന്റെ മാനസിക നില തെറ്റും. ആ സമയത്ത് അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുവഴി എല്ലാ തെളിവുകളും നമുക്ക് റെഡിയാക്കി അവനെ പോലീസിൽ ഏൽപ്പിക്കാം എന്നവർ പ്ലാൻ ചെയ്യുന്നു. അതിന് ഈ ഇൻസ്പെക്ടർ മാഡവും സഹായിച്ചു. അങ്ങനെയാണ് ആ തെളിവുകളെല്ലാം റെഡിയാക്കി ഇപ്പോൾ ഈ വില്ലനെ മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ സത്യത്തിൽ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഊട്ടിക്കടുത്തുള്ള ഒരിടത്ത് തന്റെ കാമുകനായ ഗൗതമിനോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിതം നയിക്കുകയാണ്. ഗൗതമിനെ നമ്മുടെ ഹീറോയിൻ കല്യാണം കഴിച്ചു. അവർ സന്തോഷമായി ജീവിക്കുന്നതിന്റെ വീഡിയോ എല്ലാം ആ ഇൻസ്പെക്ടർ മാഡം വില്ലനെ കാണിക്കുന്നു. അത് കണ്ട് വില്ലൻ വയറ്റിലെഴുതി കത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ അവിടെ ഇരുന്ന് തന്റെ ഭാര്യയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ചിരിക്കുന്ന ഒരു സീനോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.